ആറ്റിങ്ങൽ പട്ടണത്തിൽ കിഴക്കേ നാലുമുക്കിലെത്തിയാൽ കാൽനട യാത്രക്കാർ പെട്ടത് തന്നെ. കാരണം റോഡ് മുറിച്ച് കടക്കാൻ ഇവിടെ പെടാപ്പാട് പെടേണ്ടി വരും. ജനത്തിരക്കേറിയ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞു. ഇപ്പോഴും ഫുട് ഓവർ ബ്രിഡ്ജ് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. 2 ബസ് സ്റ്റാൻഡുകൾക്കിടയിൽ 10ഓളം ഇടങ്ങളിൽ സീബ്ര ലൈനുകളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിട്ടാൽ ദേശീയപാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ അപകടകരമായാണ് വിദ്യാർത്ഥികൾ പോലും ഇവിടം റോഡ് മുറിച്ചു കടക്കുന്നത്. കിഴക്കേ നാലുമുക്കിൽ 2 ബസ് സ്റ്റാൻഡ്, ഗവൺമെന്റ് കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂൾ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, നിരവധി സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് നിത്യവും ആയിരക്കണക്കിന് ആളുകളാണ് വന്നു പോകുന്നത്. ട്രഷറിയുടെ മുന്നിൽ മിനി സിവിൽ സ്റ്റേഷൻ, കോർട്ട് കോംപ്ലക്സ്, പാസ്പോർട്ട് ഓഫീസ്, KCB ഓഫീസ്, അഭിഭാഷകരുടെ ഓഫീസുകൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട്. 2 ഇടങ്ങളിലും ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിച്ചാൽ ഗതാഗതം ഇവിടെ ഏറെ സുഗമമാക്കാം. എത്രയും വേഗം 2 ഇടങ്ങളിലും ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ഇവിടെ ആവശ്യമുന്നയിക്കുന്നത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിലും സബ് ട്രഷറിയുടെ മുന്നിലുമായി 2 ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന മുൻ MLA സത്യൻ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല. സ്കൂൾ സമയങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് റോഡ് മുറിച്ച് കടക്കുന്നത്. ഇവിടെ ട്രാഫിക് സിഗ്നലും പ്രവർത്തിക്കാറില്ല. ആകെ ഒരു ട്രാഫിക് വാർഡൻ മാത്രമാണ് ഉള്ളത്. അതും രാവിലെ മാത്രമാകും ഇവിടെ സേവനമുണ്ടാവുക. ഉച്ച കഴിഞ്ഞാൽ ഈ തിരക്കിനിടയിലൂടെ വരുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് രക്ഷിതാക്കളും ആകുലരാകാറുണ്ട്. ഗതാഗതക്കുരുക്കിൽ കുരുങ്ങി ആംബുലൻസുകൾ ഉൾപ്പെടെയാണ് ഇവിടെ മണിക്കൂറുകളോളം കാത്തുകിടക്കുന്നത്. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ അടിയന്തരമായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിനും പട്ടണത്തിൽ വേണ്ടിടങ്ങളിൽ സിഗ്നൽ ലൈറ്റുകൾ പുനർസ്ഥാപിക്കുന്നതിനും നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവിടുത്തുകാർ ഉന്നയിക്കുന്നത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.